വന്ദേമാതരം ചൊല്ലാൻ പറഞ്ഞാൽ മുഴുവൻ ആർക്കാ ചൊല്ലാൻ പറ്റുക? അതിന് തന്നെ വേണം ഒരു 2 മാസത്തെ പരിശീലനം. അപ്പം വന്ദേമാതരം ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ കൂട്ടത്തിലൊരു ബ്രാക്കറ്റ് കൂടി പറയാം. വന്ദേമാതരത്തെ നമുക്ക് പലതരത്തിൽ പഠിക്കാം, എല്ലാ പഠനവും നല്ലത് തന്നെയാണ്. പക്ഷെ ഇന്ന് വന്ദേമാതരം മുഖ്യമായും പഠിക്കപ്പെടേണ്ടത് ജാതി മേൽക്കോയ്മയുടെ കാലത്ത് വന്ദേമാതരം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബങ്കിംചന്ദ്ര ചാറ്റർജി ആനന്ദമഠത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതിയ വന്ദേമാതരമല്ല, തെരുവിൽ അത് ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ കുത്തിയൊലിച്ചു പോയ ചോര, പറന്നുപോയ പ്രാണൻ, ചിതറിപ്പോയ സ്വപ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇന്ന് വന്ദേമാതരം വായിക്കാൻ. ഞാൻ അമർത്തി പറയുന്നു, വന്ദേമാതരത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ വായനകളെയും സ്വാഗതം ചെയ്യുകയും അതേസമയം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മുൻഗണന കൊടുക്കേണ്ട വായന ഏത് എന്ന ചോദ്യം ഉന്നയിക്കുകയുമാണ്. പറഞ്ഞു വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അതേക്കുറിച്ചൊന്നും ആലോചിക്കാതെ, വന്ദേമാതരമൊക്കെ ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ആലോചിക്കാതെ, വിലക്കയറ്റത്തെക്കുറിച്ച് ആലോചിക്കാതെ, ഇന്നത്തെ ഇന്ത്യൻ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു മനുഷ്യൻ വെറും ഒരു പൊട്ടിയായി ഒന്നും ഓർക്കാത്ത ഒരാളായി ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ കാലിൻ്റെ മടമ്പിൽ എന്തോ തൊട്ടില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടി. ഇയാൾ പൊട്ടിയാണെങ്കിലും ഇയാളിൽ ഓർമ്മയുടെ ചില അവശിഷ്ടങ്ങളുള്ളതുകൊണ്ട് ഇയാൾ പറഞ്ഞു, കാല് നക്കുന്ന പട്ടി. അപ്പോൾ ആ പട്ടി പറഞ്ഞു, അക്കാര്യത്തിൽ ഞാൻ നിന്നോളമില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് എനിക്ക് പട്ടിയെ കിട്ടിയത്. അപ്പം പുട്ടിയെയും പട്ടിയെയും കിട്ടി. അപ്പോൾ അത് ചേർത്ത് ഞാനൊരു ചൊല്ലുണ്ടാക്കി. ആ ചൊല്ലാണ്, ഒരു പട്ടിയായാലും ഒരു പുട്ടിയാവരുത്. ലൂഷൻ അരാഷ്ട്രീയവാദികളായ മനുഷ്യർ പുട്ടികളായി മാറുന്നതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്.